ഞാൻ പറയുമ്പോൾ നാട്ടിലത്തേക്കാൾ സുഖം ജയിലിൽ തന്നെയാണ്. അതാകുമ്പോൾ എന്താ അറിയോ, നമുക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. കാരണം ഒന്നും അറിയണ്ട. ഇന്നലെ ഇവിടെ വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഇന്നലെ 2 ആക്സിഡൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡേഞ്ചർ ജംഗ്ഷനാണ്. ഓരോ രീതികൾ കണ്ട് നാട്ടിൻപുറത്തെ ഓരോ വസ്തുക്കൾ എടുത്തിട്ട് ഉപയോഗിക്കുക പരമാവധി. എന്താ അറിയോ, അതാണ് ഏറ്റവും നല്ല ഒരു ഔഷധം എന്ന് പറയുന്നത്. ഈ പിന്നെ കറുപ്പിനാണ് ശരിക്കും ഏഴടങ്ങുന്നത്. കാക്ക ഒന്നാലെടുത്ത് വാ, കുറച്ചും കൂടി. ആ മതി. പിന്നെ നല്ല കമ്പികളുണ്ട്, അത് വേണം കൊണ്ടുപോയിക്കോ. സഹായം വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഓക്കെ. അതെ, കുറേ നേരമായി ഒരു കാക്ക ആദ്യം കുറേ കമ്പി കഷ്ണം എടുത്ത് നടന്നിരുന്നു. വീട് കെട്ടാനാവുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ചോദിച്ചു എന്താണ് സംഭവം എന്ന്. അപ്പോൾ കമ്പി വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ താഴുണ്ട്, നോക്കിക്കോ, അവിടെ എവിടെയും തപ്പിത്തെരഞ്ഞ് നടന്നാൽ മതി പറഞ്ഞപ്പോൾ കുറേ നേരമായി തപ്പിത്തെരഞ്ഞ് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഒരു കമ്പി കഷ്ണം കിട്ടിയോ? അടിപൊളി. പിന്നെ ആശാന് പിന്നെയും വന്നു. അപ്പോൾ മൂപ്പർക്ക് വീട് കെട്ടണം എന്നാണ് പറയണത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വല്ല സഹായം തരാൻ പറ്റുമോ കാക്കേ? സാമ്പത്തികമായിട്ട് വല്ല സഹായം വേണോ? വേണ്ടത്രേ. ഈ നാണം കൊണ്ട് മാറി പോകുന്നുണ്ട്. ആ ഇപ്പോൾ ഏകദേശം എത്ര കാക്ക നാണം കൊണ്ട് മറിയാതുകൊണ്ട് കാക്കേനെ കാണാൻ എന്ത് ചന്ത നോക്ക്, എന്ത് സൗന്ദര്യം നോക്ക്. ഈ പിന്നെ കറുപ്പിനാണ് ശരിക്കും ഏഴടങ്ങ് പറയുന്നത്. കാക്ക ഒന്നാലും അടുത്ത് വാ, കുറച്ചും കൂടി. ആ മതി. പിന്നെ നല്ല കമ്പികളുണ്ട്, അത് വേണം കൊണ്ടുപോയിക്കോ. സഹായം വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. നമസ്കാരമുണ്ട്. ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു. അതായത് വാർത്തയിൽ ഇങ്ങനെയാണ് പറയണത്, നമുക്കല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൗന്ദര്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. കാരണം ആവശ്യമില്ലാത്ത ഓരോ ആവശ്യമില്ലാത്തത് വസ്തുക്കൾ മുഖത്ത് തേച്ചിട്ടും മുഖത്ത് പ്രസരിപ്പിച്ചിട്ടും ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടും അതേപോലെ ഒരുപാട് ബോറായ മോഡ്. അത് സ്ത്രീയാണെന്നോ ഇല്ലെങ്കിൽ ഒരു യുവതിയാണെന്നോ ഒരു സ്ത്രീത്വമുള്ളൊരു യുവതിയാണെന്നോ ഒന്നും പറയാൻ കഴിയാത്തൊരു കാലമാണ് ഇപ്പോൾ. നാടും ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ അതിലൊരു ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ജനറേഷന് പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചിട്ട് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടറും ഒരു യുവതിയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പിന്നെ ചെറിയൊരു മരുന്നിന് വേണ്ടി നമ്മൾ ഡോക്ടറേക്ക് പോയി കഴിഞ്ഞാൽ, രോഗത്തിനുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടറേക്ക് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് അപ്പോഴും ഇനി ഇത് ഓൺലൈനിൽ കിട്ടുമോ വിപണിയിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല മരുന്നല്ല വേണ്ടത്. നല്ല ഡോക്ടറെ കണ്ടാൽ പോലും ആ ഡോക്ടറിനെ പിന്നെന്താ പറയുക, ആ ഡോക്ടറിനെ അത് ഡോക്ടറല്ലാത്ത രീതിയിൽ അവരെന്നെ സ്വയം ഡോക്ടറാവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കൂടുതലും ഈ ബ്യൂട്ടി പാർലറിലൊക്കെ വരുന്ന ഈ പിന്നെന്താ പറയുക, മുഖത്ത് തേക്കണത് സ്കിന്നിൻ്റെ ഇതായിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടൊക്കെ അതിൻ്റെ പേരൊന്നും അറിയാത്തത്. അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. അതൊക്കെ വളരെ ദോഷകരമായ കാര്യം തന്നെയാണ്. ശരീരത്തിനും ഒക്കെ മൊത്തത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് അത് വിശ്വാസം മാത്രമല്ല, അതൊരു കൊമേഡിയൻ ലുക്കായിട്ടാണ് നിങ്ങളെ കാണുക. എന്തോ ഒരു കളിപ്പാവ അതന്നെയാണ് ശരിക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പം എല്ലാവരും. എന്തിന് നമുക്ക് ദൈവം നല്ലൊരു സൗന്ദര്യം തന്നിട്ടുണ്ട്. ഏറ്റവും സൗന്ദര്യം ഭൂമിയിൽ ദൈവം കൊടുത്തിട്ടുള്ളത്
പുരുഷനാണ്. അതിനുശേഷമാണ് സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയത്. അപ്പോൾ കുറേ സൗന്ദര്യത്തിൻ്റെ കമ്മി അവിടെ ദൈവം പാകപ്പെടുത്തിയിട്ടില്ല. പുരുഷനാണ് ഏറ്റവും സൗന്ദര്യമുള്ളതെന്ന് പറയാൻ കാരണം മറ്റേ പിഷാരരുടെ ഒരു കോമഡി പരിപാടി കാണുന്നുണ്ടായി. അപ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പൂവങ്കോഴിക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി, ആൺമയിലാണ് ഏറ്റവും ഭംഗി. അതേപോലെ എന്ത് ജീവിയാണെങ്കിലും ഏതൊരു ഇതാണെങ്കിലും ആണിനെ കവിച്ച് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഭൂമിയിൽ വേറെ ആളില്ല. അപ്പോൾ പുരുഷൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞത് ശരിക്കും മനസ്സാണ്. അത് സ്ത്രീക്കത് ഒരിക്കലും ദൈവം കൊടുത്തിട്ടില്ല. സ്ത്രീക്ക് മനസ്സന്നെ ദൈവം കൊടുത്തിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താ അറിയോ, കറുപ്പിന് 7 അഴകാണ്. 7 അഴക് പറഞ്ഞാൽ നമ്മൾ കറുപ്പാണെങ്കിലും എത്ര മഴവില്ലിൽ പോലും ചിലപ്പോൾ ഒരു കറുപ്പ് നിറണ്ടാവും. അത് നമുക്ക് കാണാൻ കഴിയില്ല. മറ്റുള്ള ആ വർണ്ണങ്ങളിൽ ആ കറുപ്പ് അങ്ങോട്ട് ലയിച്ചിക്കാണ്. അതുകൊണ്ട് കറുപ്പുണ്ട്. അതാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ അതിൽ ബ്ലാക്ക് വരുന്നുണ്ട്, അതോ ബ്ലൂ ആണോ വരുന്നത് എനിക്കറിയില്ല. അങ്ങനെ പല കളറുണ്ട്, ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ മാറ്റങ്ങൾ വന്നണോന്നും അറിയില്ല. കാരണം പ്രകൃതിയല്ലേ. മനുഷ്യനെ പെട്ടെന്ന് മാറാൻ കഴിയുന്ന മാതിരി ഇനി പ്രകൃതി മാറുന്നുണ്ടോയെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ മാറിക്കൊണ്ടേയിരിക്കുക നമ്മുടെ കേരളക്കാരാണ്. അപ്പോൾ സൗന്ദര്യ വസ്തുക്കൾ നിങ്ങൾ പാകമായിട്ട് എന്തിനേ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സൗന്ദര്യ വസ്തുക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ മഞ്ഞളും അതേപോലെ ഈ മറ്റേ എന്താ പറയുക ചെറുപയർ, അങ്ങനെ ഒരുപാട് സൗന്ദര്യ വസ്തുക്കളുണ്ട്. അത് നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും. ഈ നഗരത്തിലുള്ള ആൾക്കാർക്ക് അറിയുമോയെന്ന് അറിയില്ല. അവരത് യൂസ് ചെയ്യാനും പോകുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല. അതിൽ സ്വയം മയങ്ങൾ നിങ്ങൾ തന്നെയാണ്. അല്ലാതെ ശരിക്കും ഈ സ്ത്രീകൾ പുരുഷന്മാരെ വശീകരിക്കാനാണോ ഇങ്ങനെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത്? അതോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ മേക്കപ്പ് ഇടുന്നതെന്ന് അറിയാം. ഒരുപാട് മേക്കപ്പ് ഓരോ സ്ഥലത്തിലും ഈ ലാബ് പോലെ ബ്യൂട്ടി പാർലറുകളും പൊന്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താണാവോ എന്ന് മനസ്സിലാക്കുന്നതെന്ന് ആലോചിക്കും. നമുക്ക് ഉള്ള സൗന്ദര്യം മതിയായി. എന്തിനാ വെറുതെ സൗന്ദര്യം കൂട്ടിയിട്ട് ആരാ കാണുന്നത്? ഉള്ള സൗന്ദര്യനെ കാണാൻ ആരുമില്ല. മുഖത്ത് സൗന്ദര്യം വരുത്തിയിട്ട് എന്താ കാര്യം? നമുക്ക് നമ്മുടെ മനസ്സിലല്ലേ സൗന്ദര്യം വരുത്തേണ്ടത്. അപ്പോഴല്ലേ മുഖം പ്രസന്നിതമാകുള്ളൂ. ശോഭയോടെ മുഖം, മനസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് 1000, 1500, 2000 രൂപയും കൊടുത്തിട്ട് നമ്മൾ മുഖം ഫേഷ്യൽ ചെയ്തു. എന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാര്യമല്ല. അങ്ങനത്തെവരെയൊക്കെ ശരിക്കും നമ്മൾ ഈ മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ കുരങ്ങന്മാരെ ഇതൊക്കെ നോക്കില്ല. അതേപോലെ നോട്ടാവും. അല്ലാതെ അവരൊന്നും കാണുന്നില്ല. അതിൽ എന്തോ ഒരു ആൾട്ടർനേഷൻ ചെയ്തവരെ ശരിക്കും ഞാൻ പറഞ്ഞപ്പോൾ ഈ കേരള സർക്കാരിലെ MED-മാർ ഇല്ലെങ്കിൽ ഈ വനിത അതും പറയില്ല. അതൊക്കെ പറഞ്ഞപ്പോൾ എന്താ അറിയാം, പറയുമ്പോഴാണ് തെറ്റ്. അവർ ചീനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ശരിക്കും ഓവർ മോഡേൺ ആയിട്ട് വരുന്ന ആൾക്കാരെ ഫൈൻ അടക്കണം, ഫൈൻ അടപ്പിക്കണം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം ശരിക്കും. അതൊന്നും ആരും ചെയ്യില്ല. എങ്ങനെ വേണം നടന്നോ, അവനാന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള മാതിരി പോവാം, ഇഷ്ടമുള്ള മാതിരി എങ്ങനെ വേണം വരാം. അതൊന്നും ഒരു കുഴപ്പമില്ല, പറയാൻ പാടില്ല. എന്തോ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോന്നിങ്ങനെ പറയാമെന്നല്ലാതെ നമ്മൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചെന്താമര ചേട്ടനെ കിട്ടി. ഈ വന്നോടുമ്പോൾ തന്നെ മുമ്പിൽ വിശന്നിട്ടാ വന്നതെന്ന് പറഞ്ഞു. ശരി തന്നെയല്ലേ? കാട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പൊറാട്ടയും ബീഫും? അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മൂപ്പർക്ക് സുഖമായി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ശരിക്ക് കൊല്ലല്ലേ വേണ്ടത്. അത് ഞാനായാലും നമ്മളെന്തായാലും ഒരു ദിവസം മരിക്കണം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഒറ്റ വേണ്ട. ഈ സൗദിയത്തേക്ക് നിയമം അതൊന്നും കൊണ്ടുവരില്ല. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം ജയിലിൽ, ചിക്കൻ ചപ്പാത്തി. ഞാൻ പറയുമ്പോൾ നാട്ടിലത്തേക്കാൾ സുഖം ജയിലിൽ തന്നെയാണ്. അതാകുമ്പോൾ എന്താ അറിയോ, നമുക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. കാരണം ഒന്നും അറിയണ്ട.
അവിടെ വെച്ചിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇന്നലെ 2 ആക്സിഡന്റ് ഇവിടെ വെച്ചിട്ടുണ്ടായി. ഇതൊരു ഡേഞ്ചർ ജംഗ്ഷനാണ്. അതായത് അറിയോ, അയ്യപ്പങ്കാവ്. ഇവിടുത്തെ ആരെങ്കിലും കണ്ടിട്ട് അതൊന്ന് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ ജീവനുകളൊന്നും പോവാതെ നോക്കും. അല്ലാതെ അതൊന്നും ആരും ചെയ്യില്ല. വേണമെങ്കിൽ പോവാ. പിന്നെ ഉദ്യോഗസ്ഥന്മാരൊന്നും ആരും അപകടത്തിൽ മരിച്ചു എന്നോ അപകടത്തിൽ പെട്ടു എന്നൊന്നും ആരും കേൾക്കല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റിയിൽ അവർ പോവും. അതാണ്. പിന്നെ ആരും അപായപ്പെടുത്താൻ നോക്കില്ലല്ലോ. ഏതൊരു ഗവൺമെൻറ് വണ്ടിയാണെങ്കിലും അത് നമ്മൾ പേടിച്ചിട്ടല്ലേ നമ്മൾ വാഹനം ഓടിക്കുക. അപ്പം എൻ്റെ ബാക്കിലോ ഇല്ലെങ്കിൽ എൻ്റെ മുന്നിലോ ഒരു സർക്കാർ വാഹനമാണെങ്കിൽ, ഏത് വാഹനമാണെങ്കിലും, സർക്കാരിൻ്റെ ഏത് വാഹനമാണെങ്കിലും നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പോവുക. അപ്പം നമുക്കറിയാം ഏത് അവിടെ അത് തട്ടി, ആ വണ്ടിയിൽ തട്ടിക്കഴിഞ്ഞാൽ നൂലാമാലയാണ്, അത് പിന്നെ പ്രശ്നമാവും എന്നുള്ളത്. അതേപോലെ നിങ്ങൾ മറ്റുള്ള വണ്ടികളും കണ്ടാൽ മതി. അപ്പോൾ അപകടത്തിൽ പെടണോ മരിക്കണോ എന്നല്ല കണക്ക് കേട്ടോ. ഞാനിത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുമ്പോൾ അതിലൊരു അർത്ഥം വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പരമാവധി ഡിസ്റ്റൻസ് വെച്ച് പോവുക. പിന്നെ അതേമാതിരി വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ഏതോ ഒരു സ്കൂട്ടർ യാത്രക്കാർ നേരെ എതിർ ദിശയിൽ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ അടിച്ചു പോയിരുന്നു. 8-9 വണ്ടികൾ നിരയായിട്ട് കൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് പരിഷ്കാരം. അപ്പോൾ അവിടുന്നോ ഇവിടുന്നോ മുന്നിൽ നിന്നോ സൈഡിൽ നിന്നോ ഏതെങ്കിലും ഒരു വണ്ടി അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ഇല്ലെങ്കിൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന വണ്ടികൾ പോയാൽ മതി. സമയമല്ല, അവിടെ പോയിട്ട് ആർക്കെങ്കിലും വെള്ളം കൊടുക്കാണ്ടാവും. അങ്ങനെയാണ് ഈ അപകടങ്ങൾ വരുന്നത്. ഇന്നിപ്പോൾ ഏതോ ഒരു പെണ്ണിനെ ഒരു ആൺ സുഹൃത്തും ഒരു പെൺ സുഹൃത്തും, അതായത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇവർ. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെ ശല്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ആകെ അവശനിലയിലായി. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ കേസ് കേട്ട് നമ്മൾ. ഈ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊന്നും എടുത്തു പറയട്ടെ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് വേറെ ഒരു പണിയില്ലേ. അതായത് ഇവരൊന്നും ശരിക്ക് നട്ടലുള്ള ഹൃദയമുള്ള അല്ലെങ്കിൽ പിന്നെ കാരുണ്യമുള്ള നന്മയുള്ള പുരുഷന്മാർ ലോകത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവരെന്നും കാണാതെ ഇവർ ഈ കണ്ണി കണ്ട കേസിലും അവിടെ ഇവിടെയൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ മാത്രം തേടി പിടിച്ച് പോകേണ്ട അർത്ഥം എന്താ? അല്ല, ഇവരൊക്കെ എന്ത് രീതിയിലാണ് ഇവർ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് ഈ സ്ത്രീ സുരക്ഷ അതേമാതിരി വനിതാ കമ്മീഷനും മറ്റേ കമ്മീഷനൊക്കെ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? ഈ എന്തെങ്കിലും ഒരു ഉപകാരം ദിവസം നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തയാണ്. ദിവസം കേൾക്കും, അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ആയിരുന്നു അവള്. പിന്നെ ന്യൂസേൽ കുറച്ചത് കൂട്ടി കൊടുക്കും. ഈ കത്തുന്ന തീക്ക് കുറച്ച് മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒറ്റ ആളലാവും. ഇവരൊക്കെ എന്ത് ഭാവിച്ചിട്ടാണ് ഇവർ നടക്കുന്നതെന്നാണ് ഓരോ സമയവും അങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഇവർക്ക് ഒരു വീട്ടുകാരുണ്ടാവുമല്ലോ, ഇവരൊക്കെ എന്ത് മൈൻഡിലാണ് ഇവർ നടക്കുന്നത്? സ്വന്തം മക്കൾ എവിടെ പോകണു, എങ്ങനെ പോകണു, ഏത് രീതിയിൽ പോകണമെന്നൊന്നും അന്വേഷിക്കാതെ ഇവർ രാവിലെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ വൈകുന്നേരം വരുമ്പോൾ ഏത് മുഖഭാവത്തോടു കൂടിയാണ് വരുന്നതെന്ന് അവർ മുഖത്ത് നോക്കി. ആദ്യമൊക്കെ ഈ സ്കൂളും കോളേജും ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ പണി കഴിഞ്ഞ് വരുമ്പോൾ വീടിൻ്റെ ഉമ്മർത്തോ ഇല്ലെങ്കിൽ അടുക്കളയിലോ ഒക്കെ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർ നമ്മുടെ മുഖത്തേക്കാണ് ആദ്യം അവർ ശ്രദ്ധിക്കുക. ഏകദേശം പഴയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അവർ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ പ്രഷർ, മാനസിക നില അവർ പരിശോധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചായ കൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാവും അവരൊന്ന് സമാധാനത്തോടുകൂടി സംസാരിക്കുക. അതാണ് ശരിക്കുള്ളൊരു എന്താ പറയുക യാഥാർത്ഥ കുടുംബ വിളക്ക്, കുടുംബ സ്നേഹം എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെയായിട്ട് മനസ്സിലാക്കിയത്. ഇനി ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരാളും സ്കൂൾ വിട്ട് വരുന്നു, ബാഗ് വലിച്ചെറിയണു, നേരെ മൊബൈൽ എടുക്കണു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണു. ഇവിടെ അച്ഛനും വരുന്നില്ല, അമ്മയും വരുന്നില്ല, ആരും വരുന്നില്ല. അപ്പോൾ അതൊന്നൊരു നല്ല രീതിയല്ല. അതിപ്പോൾ പറഞ്ഞാലും നമ്മൾ അത് ചെയ്യൂല, ആ രീതികളെ പോവില്ല. അപ്പോൾ എന്തിനാ നമ്മളൊക്കെ നിൽക്കുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത പോയിട്ട് കാര്യം.